സോറി മാഡം. ഇതേക്കുറിച്ച് ഇനി ആഭ്യന്തരമന്ത്രി നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ തീരദേശ സേനയെ പുനഃസംഘടിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും കടൽ മാർഗമാണ്. അവസാനമുണ്ടായ സോറി അച്ഛാ, ഒരു മിനിറ്റ്. ഇപ്പൊ വരാം. ജസ്റ്റ് എ മിനിറ്റ്. വരൂ. സമാധാനപ്പെടേ. ശേഖര സാർ. എന്താ സാർ? അല്ല, ഇന്ദുവിന്റെ ഹസ്ബൻഡ് മനുവിനെ. സാറ് ടെൻഷൻ അടിക്കാതെ കാര്യം പറ. ഈ കേട്ട എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. മനുവിനെ ആരോ കിഡ്നാപ്പ് ചെയ്തു. സാർ എന്തായി പറയുന്നത്? ആ, ഇന്ദുവിനൊരു ഫോൺ വന്നിരുന്നു. മനുവിനെ വിട്ടുകിട്ടാൻ റാൻസമായിട്ട് പണം വേണമെന്ന്. അവളാകെ അപ്സെറ്റാണ് ശേഖര. സാർ ഇന്ദുവിനെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ല്, ഞാനങ്ങ് എത്തിക്കോളാം. Hello. Can I speak to Indu Manoj? Yes, speaking. I suggest you check your mail immediately. I'll call you later. Yes, okay. അച്ഛാ, എന്തായി? വന്ന കോൾ ട്രേസ് ചെയ്തു സർ. അത് കർണാടക ഗോവ ബോർഡറിലെ ഏതോ പബ്ലിക് ബൂത്തിൽ നിന്നാണ്. ഇപ്പൊ വീണ്ടും ഒരു കോള് വന്നു. ഇമെയിലിൽ മനുവേട്ടന്റെ ചില ഫോട്ടോസും. മേഡം ഫോൺ. മുമ്പ് വന്ന കോളും ഇതും 2 നമ്പറാ. പക്ഷേ സെയിം STD കോഡാണ് സർ. ഇനിയും ഇത് അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല സർ, സംഭവം വളരെ സീരിയസ് ആണ്. ആ മോളെ, മനു എങ്ങോട്ട് പോകുന്നെന്നാ പറഞ്ഞേ? മൂകാംബിയിലേക്ക്. ഒപ്പം വേറെ ഏതോ ക്ഷേത്രത്തിലേക്ക് പോകാനുണ്ടെന്നും പറഞ്ഞു. പണം എവിടെ എപ്പോ എത്തിക്കണം വല്ലതും പറഞ്ഞോ? ഇനി വിളിക്കുമ്പോ പറയാന്നാ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ഗോവ പോലീസുമായി ഒരു ജോയിന്റ് ഓപ്പറേഷൻ വേണം. പക്ഷെ ആദ്യം സ്ഥലം അറിയണം. കുറെ കൂടി ഡീറ്റെയിൽസ് വേണം സർ. ഗോവ പോലീസിന് വിവരം അറിയിച്ചോ? കർണാടക ആൻഡ് ഗോവ പോലീസിന് വിവരം അറിയിച്ചു കഴിഞ്ഞു സർ. എക്സ്ക്യൂസ് മീ സർ, 1 സെക്കൻഡ്. ഹലോ. ഇടോ, ഇത് ഞാനാ, ഹരി. താൻ എവിടെയുണ്ട്? ഞാനിവിടെ സാറിന്റെ വീട്ടിൽ തന്നെ ഉണ്ട് സർ. ഞാനിവിടെ മുകളിലുണ്ട്. താൻ എന്നെ കണ്ടിട്ട് പോയാൽ മതി. ശരി സർ, ഞാനിത് വന്നു.
അവന്റെ അമ്മയുടെ അടിയന്തരത്തിന് ആഭ്യന്തരമന്ത്രി IG എല്ലാം അവിടെ കെട്ടിയെടുത്തിരിക്കുക. സർ, എന്താടോ ഫുൾ ഫോഴ്സും കൂടെ മുഖ്യന്റെ മരുമോനെ തപ്പാൻ ഇറങ്ങിയോ? അതല്ല സർ. തനിക്കൊന്നും വേറെ പണിയില്ലേ? കാശിന് വിലയില്ലാത്ത അവനെ കിഡ്നാപ്പ് ചെയ്തെന്ന് തല നരച്ച എന്റെ തന്തക്കിഴവന്റെ പേരും പറഞ്ഞു നടക്കുന്ന ആ ചെറ്റയ്ക്ക് എന്ത് യോഗ്യതയോടെ ഉള്ളത്? അഥവാ ഇത് ഒറിജിനൽ കിഡ്നാപ്പ് ആണെങ്കിൽ തന്നെ അതതിന്റെ വഴിക്ക് അങ്ങ് പൊയ്ക്കോളും. ആ നാറിയെ തപ്പി നിങ്ങളുടെ സമയം കളയണ്ട. അത് സർ, CM. ഇടോ, തനിക്ക് അവനെ അറിയാൻ മേലാഞ്ഞിട്ടാ. കാശടിക്കാൻ ഇതല്ല, ഇതിലും വലിയ ഡ്രാമ അവൻ കളിക്കും. തൽക്കാലം താൻ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. അപ്പോ ഞാൻ ഇറങ്ങിക്കോട്ടെ? മോൾ വിഷമിക്കണ്ട, മനു എവിടെയാണെങ്കിലും നമ്മൾ കണ്ടെത്തും. സർ, എന്തായിടോ? ഗോവ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസും ഇല്ല. നമ്മുടെ ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ തീർക്കാൻ പറ്റുമെന്ന് അവർക്ക് സംശയമുണ്ട് സർ. ഇത് അവര് പറഞ്ഞതാണോ അതോ സാറിനെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിച്ചതാണോ? എന്താ മോളെ? ഗോവ പോലീസല്ല, ഇവിടുത്തെ പോലീസും മനുവേട്ടിനെ രക്ഷിക്കാൻ പോകുന്നില്ല. കാരണം ഇവർക്കതിൽ താല്പര്യമില്ല. രക്ഷപ്പെടരുതെന്ന് ആഗ്രഹമുള്ളവര് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളപ്പോ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇവളെന്തൊക്കെയാ പറയുന്നേ? അച്ഛൻ അറിയാവുന്ന കാര്യം തന്നെയല്ലേ ഇത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ. ഇന്ദു, മതി. അച്ഛൻ ഇമോഷനിലാവണ്ട. എന്റെ ഭർത്താവിനെ രക്ഷിക്കാതിരിക്കാൻ എനിക്കാവില്ലല്ലോ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ദയവ് ഇത് ആരും തടസ്സം നിൽക്കാതിരുന്നാ മതി. హలో, నా పేరు అశోక్ అథవా ఆంధ్ర అశోక్. ఏం కావాలి మీకు? సాగరా? లేదండి, నాకు ఎందుకు ఫోన్ చేశారు? చెప్పండి. ഓ സോറി ഇന്ദു, ഞാൻ വെള്ളത്തിലായിരുന്നു. ഐ മീൻ സ്വിമ്മിംഗ് പൂളിലായിരുന്നു. ജാക്കി ഇവിടെ ഇല്ലല്ലോ. ഈ നമ്പർ എഴുതിക്കോളൂ. ഇൻ്റർനാഷണൽ റോമിംഗ് ആണ്. 00971 880 615. சார் ஃபோன். ஹலோ செட்டியார, எனக்கு அதிகமா கேள்வி கேட்டா பிடிக்காது. சொன்னதையே திருப்பி திருப்பி சொல்லாத. என்ன நம்பி வந்துட்டல்ல, இந்த நைனாவை நம்புனா என்னைக்கோ வீண் போக மாட்டேன். நீ சொன்ன வேலை நான் சொன்னபடி கரெக்டா நடக்கும். என்னடா அவன் இவ்வளவு திமிரா பேசுறான்னு பாக்குறியா? நான் இந்த வேலையை கொடுத்திருக்கிறது சாதாரண ஒருத்த கிட்ட இல்ல. சொன்னபடி முடிக்கிற கில்லியத்தான் இந்த வேலைக்கு வச்சிருக்கேன். அவனை தவிர வேற யாராலையும் இதை செய்ய முடியாது. அவன் நிச்சயமா முடிப்பான். நீ நிம்மதியா தூங்க. क्यों ना? हम लोग यहाँ पे झक मारने के लिए बैठे हैं जो तो उन लोगों को बाहर से काम करने के लिए बुलवाएगा? ये ऐसा नहीं है जैसा तू सोच रहा है. रिस्की काम है. तुझको मालूम है ना, दुबई अबुधाबी हाईवे पर पुलिस की कितनी चेकिंग चलती है. हम लोग पकड़ना चाहे इसलिए उसको बुलाया है. वो सब संभालेगा. वो सब मैं समझता हूँ नैना, मगर तेरा दिमाग क्या खराब हो गया कि जो वो कहेगा उसकी हर बात मान जाएगा? महाबलीपुरम में प्राइवेट बीच में बंगला देगा क्या? हाँ, इट्स टू कॉस्टली.
Assalamu alaikum. Maafi mushkil. Sorry for the trouble. I just want to check your vehicle. Okay, out. Out. Please come out. Come this way. ये क्या है? हाँ? Come to the headquarters. हाँ Away.
diamonds? I don't know anything. सब ऊपर वाला जानता है. अस्सलामुअलैकुम. वालेकुम अस्सलाम. माशाअल्लाह. शुक्रिया. Documents. സോറി, നൈന ഒന്നും തന്നിട്ടില്ല. Hi, Naina. ரொம்ப தேங்க்ஸ் கண்ணா. டைமண்ட் சேஃபா என் கைக்கு வந்துருச்சு. சொன்னதை சொன்னபடி கரெக்டா செஞ்சு முடிச்சிட்ட. ரொம்ப சந்தோஷம். താങ്ക്സ് നൈന. അതെല്ലാം ഓക്കെ. പക്ഷെ എനിക്ക് എന്റെ വില കിട്ടണം. മഹാബലിപുരത്തിലെ ഒരു ബംഗ്ലാ, ഒരു പ്രൈവേറ്റ് ബീച്ച്, ഇவ்வளவுதானே ഉൻ വില? എന്റെ വില അതല്പം കൂടുതലാണ് നൈന. പക്ഷെ ആ ഡയമണ്ട്സ് അത് ഉരച്ചു നോക്കുമ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് നിന്റെ വില. Sir, these are all duplicates. നൈന, നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. See you soon. Good morning. Good morning. Welcome aboard. Thank you. Happy journey, sir. ഇന്ദു, വിവരങ്ങളൊക്കെ അശോകൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരികയാണ്. ഞാനിപ്പോ ഫ്ലൈറ്റില്. സാഗർ, മനുവേട്ടൻ അവര്. എന്താ ഇന്ദു, മനുവിനൊന്നും സംഭവിക്കില്ല. ഐ പ്രോമിസ്. ഇവന്റെ അച്ഛനെ സാർ അറിയും. പാലക്കാട് പാർട്ടി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന കർണേട്ടൻ. അദ്ദേഹം ആരായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ സാറിനറിയാം. പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കടപ്പാട് എനിക്ക് ആ മനുഷ്യനോടുണ്ട്. കടപ്പാടുകളുടെ കണക്കുകൾ മാത്രമല്ല മനുവിന്റെ യോഗ്യത. അത് ഞാൻ ഉറപ്പ് തരാം. അവരുടെ ആഗ്രഹം അതാണെങ്കിൽ എന്റെ വീട്ടിൽ കയറി വന്ന അച്ഛനോട് എന്റെ പെങ്ങളുടെ കാര്യം സംസാരിക്കാൻ നീ ആരാ? ഞാൻ എന്റെ കൂട്ടുകാരന്റെ കാര്യം പറഞ്ഞു. നീ കൂട്ടുകാർക്കോ കൂട്ടിക്കൊടുപ്പുകാർക്കോ വേണ്ടി സംസാരിക്കേ, പക്ഷേ അതിവിടെ വേണ്ട. ഹരി,
ആ ഏതായാലും ഇന്ദുവിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ സാർ. ശരി. കൂട്ടുകാരനെ ഇങ്ങോട്ട് കെട്ടിക്കയറ്റാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അതിന് ഞാൻ മരിക്കണം. അതുവരെ വെയിറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റുമോ? പറ്റുമോ? శుభాకాంక్షలు. విష్ యూ హ్యాపీ మ్యారేజ్ లైఫ్. విష్ యూ హ్యాపీ మ్యారేజ్ లైఫ్. థ్యాంక్ యూ. ఒకటి ఫోటో. ഏതമ്പലത്തിൽ പോണെന്ന് അവൻ പറഞ്ഞേ? മൂകാംബികയില്. ഓ, മൂകാംബിക. എന്താ? ഏയ്, ഒന്നുമില്ല. അധികാരമുണ്ടെങ്കിലും നിസ്സഹായനാവുന്ന ചില അവസ്ഥകളുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എനിക്ക് മനസ്സിലാകും സാർ. വിഷമിക്കരുത്. തിരിച്ചു വരുമ്പോൾ മനു എന്നോടൊപ്പം ഉണ്ടായിരിക്കും. സാർ. ശരി. ഇവനാ അവനെ രക്ഷിക്കാൻ പോകുന്നത്? നിന്നെ ആരാടാ പോലീസിന്റെ പണി ഏൽപ്പിച്ചത്? നിന്റെ തന്ത. സെനയിലായ കിളവന്മാർക്ക് അസുഖം കൂടും. പിന്നെ കണ്ട തൊട്ടിയും തെണ്ടിയും എല്ലാം പിടിച്ച് കൂടെ കിടത്താൻ തുടങ്ങും. ഒടുവിൽ നാറുമ്പോഴേ അറിയൂ. അളിയനെ കാണാതായതിന്റെ ടെൻഷനുള്ളിൽ വേണ്ട, മുഖത്തെങ്കിലും വരുത്താൻ നോക്ക്. తప్పుడు బ్రదర్, మీకు కొంచెం కూడా టెన్షన్ కావాలి. మీ ముఖతులో ఫీలింగ్స్ లేదండి. మన డ్రామా కొంచెం കൂടി വർക്കൗട്ട് ആവలేదు ബാബു. എടാ അപ്പൊ മുഖത്ത് എന്തെങ്കിലും വികാരങ്ങൾ വരുത്താൻ. അശോക, ഗോവയിലെ ഫരാദിനെ വിളിച്ച് വിവരം പറയണം. പിന്നെ നമ്മുടെ സ്റ്റൈലിനെയും ജോണിയെയും അസറിനെയും വിളിച്ചാൽ മതി. ഇപ്പോ സീനിലുള്ള ആരും വേണ്ട. మన సీనిലുള്ള ఎవరదు నేను కరెక్టా? അവന്മാരിപ്പോ എവിടെ ഉണ്ട്? అలా ఎవడు ഉണ്ടാവും? జాకీ ఓకే ఓకే ఒక్క మాట చెప్పిస్తే ఆ నిమిషത്തിలో మీ മുന്നിലേക്ക് అందరి వస్తుంది. అది నా క్యారెక్టరు. എല്ലാവരെയും ഒറ്റ മണിക്കൂറിനുള്ളിൽ ജാക്കിയുടെ മുന്നിലെത്തിക്കും. ഇത് സത്യലു. എന്ത് ചെയ്യാനാ ജാക്കി? ജനിച്ചു വീണത് തെലുങ്ക് മണ്ണിലായി പോയില്ലേ? నా మదర్ టంగులు నీ రేణి గుంటలు. സ്റ്റൈലേ ഇതാര്? അശോക് ഏട്ടനോ? ఇక్కడ రా. ഇങ്ങോട്ട് വന്നേ. പിടിച്ചേ. എന്താ അശോക് ഏട്ടാ? നിന്നെ ജാക്കി അന്വേഷിക്കും. കട്ടിങ്ങാണാ? ആ അശോക് ഏട്ടാ പറ. ഞാനിപ്പോ എത്തിക്കാം. അസുര പെണ്ണ് കാണാൻ പോയിരിക്കാണല്ലോ. അപ്പോ അടുത്ത മാസം അവസാനത്തേക്ക് ഫിക്സ് ചെയ്യാല്ലേ? ഇൻഷാ അല്ലാ, അങ്ങനെ ആയിക്കോട്ടെ. ഇനി ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കണ്ട, എനിക്ക് ഓക്കെയാണ്. ഞാനിപ്പോ വരാം.
ജാക്കി ബായ്, മനു തന്നെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അവന് ഫ്രീക്വന്റ് ആയി ഗോവ വിസിറ്റ്. ഇവിടെ റൊസാരിയോ ബ്രദേഴ്സിന്റെ ക്ലബിൽ ഗാംബ്ലിംഗ് ആണ് പ്രധാന പരിപാടി. മൈക്കൽ, ഡേവിഡ്, സൈമൺ എന്നീ പേരുകൾ ഗോവയിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അതിൽ റൊസാരിയോ രണ്ടാമൻ, ഡേവിഡിന്റെ ക്ലബ് പാരഡൈസോ ആണ് കുറെ നാളുകളായി മനുവിന്റെ സ്വർഗം. കൊണ്ടുവരുന്ന കാശ് മുഴുവൻ കളയും. പിന്നെ അമ്മായപ്പം വഴി റിസോർട്ടുകൾ തുടങ്ങാം, മറ്റു പല പ്രൊജക്ടുകൾ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് റൊസാരിയോ ബ്രദേഴ്സിൽ നിന്നും മനു കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പ്രൊജക്റ്റും ഇല്ല, പണവും ഇല്ല. ഒരു സംശയമില്ല, അവന്മാർ തന്നെയാ മനുവിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ കിഡ്നാപ്പ് അല്ല, അവരുടെ കസ്റ്റഡിയിലാണ് എന്ന് പറയുന്നതാവും ശരി. ഈ റൊസാരിയോ ടീമിനെ ജാക്കി ബായ്ക്ക് അറിയാലോ. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ സ്റ്റീവ് അങ്കിളിന്റെ. അറിയാം ഫരാദ്, അങ്കിള് നടുകടലിലാണേലും നക്കി കുടിക്കുന്ന ടൈപ്പാ. ആ ബ്ലഡ് തന്നെയല്ലേ അവന്മാരുടേത്. കൊടുത്ത പണം മുഴുവൻ പലിശയും പലിശയുടെ പലിശയും സഹിതം തിരിച്ചു കിട്ടാതെ അവന്മാർ മനുവിനെ റിലീസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനു ഇപ്പൊ എവിടെയുണ്ട്? നോ ഐഡിയ. ഗോവ കംപ്ലീറ്റ് റൊസാരിയോസിന്റെ കയ്യിലാണ്. ക്ലബ്സ്, പബ്സ്, കസീനോസ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവർക്ക്. അപ്പോ പണിയാണ്. കാശ് കൊടുത്ത ജാക്കി ബായ് ഉദ്ദേശിച്ചത് അവരുടെ കൂടെയുള്ള ആരെങ്കിലും വിലയ്ക്ക് വാങ്ങാൻ പറ്റുമെന്ന്. മുടിഞ്ഞ കാശാ ചോദിക്കുന്നത്. ഒരു ഉത്തരത്തിന് 5 ലക്ഷം. നമുക്കൊരു 1.5 ചോദ്യം ഉണ്ടെന്ന് പറ. മനു, ജാക്കി 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 എന്നെ രക്ഷിക്കും. ജാക്കി എന്നെ ജാക്കി
ഇത് നിന്റെ പ്രശ്നമല്ല. In all ways, it's my trouble. ഇതെന്റെ പ്രശ്നമാണ്. ഞാൻ ഇവനെ കൊണ്ടുപോകും. ജാക്കി, ഇത് ഗോവയാ. ഗോവയായാലും നിന്റെ അപ്പൻ ജനിച്ച കുമ്പളങ്ങിയായാലും ജാക്കിക്ക് ഒരേ മൈല. ഇവനെ ഇങ്ങനെ കണ്ടിട്ടും ഞാൻ നിന്നെ വെറുതെ വിട്ടതാ. ഇനി നീ പെരുന്നാൾ കൂടാൻ വന്ന ബിസ്മി പോലും ചൊല്ലാതെ നിന്നെ അറുത്ത് കളയും. So fuck off, David Rosario. Close the doors. ഞാൻ ഇന്ദുവിന്റെ കാർ എടുത്തോണ്ടാ വന്നത്. അത് കൊണ്ടുവന്നില്ല. ഞാൻ ആകെ കാർ എവിടെ ഉണ്ട്? ക്ലബിലെ പാർക്കിങ്ങിലാ. അത് നമുക്ക് പിന്നെ എടുക്കാം. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. ആരെങ്കിലും വിട്ട് നടപ്പിക്കും പ്ലീസ്. ഞാൻ പോയി എടുത്തിട്ട് വരാം. കേങ്ങുതാ. അത് വേണ്ട, അത് ശരിയാവില്ല. കുഴപ്പമില്ല ബായ്, നിങ്ങൾ വിട്ടോ, ഞാനങ്ങ് എത്തിക്കോളാം. നമ്മളിതെവിടെയാ? നീ പേടിക്കണ്ട, ഇത് നമ്മുടെ ഫരാദിന്റെ സ്പേസാ. നന്നായിട്ട് കിട്ടിയല്ലേ? ഇറങ്ങി വാ. അല്ല ജാക്കി, അത് ഈ ഷേപ്പിൽ എന്തായാലും നിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വാ, നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് പോവാം. വാ. അകലുന്ന നേരം
Cesare. I find you very attractive. Would you, I've been noticing you around. Would you go out with me? No tears, no regrets, no heartaches. Would you, സന്ധ്യാരാഗം മായുമ്പോൾ സാഗരത്തിൽ ചേരുന്നു ഏതോ വിരഹവിഷാദം. കല്ലോലങ്ങൾ മായുമ്പോൾ തീരമെന്തേ ചോടുന്നു നീറും മറുചിരിനാളം. ഇരുളും ഒളിയും ചേരും കടലായി മാറുന്നു കാലം. കടലും കരയും പോലും ഇനി ഏറ്റുപാടും ഇന്നെൻ ഗാനം. No tears, no regrets, no heartache, no love. തൽക്കാലം ഇന്ദു അവനോടൊന്നും ചോദിക്കണ്ട. ഞാനൊന്നും ചോദിക്കാനും പോകുന്നില്ല, എനിക്കൊന്നും അറിയും വേണ്ട. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചാൽ മതിയായിരുന്നു. എല്ലാം ശരിയാവുന്നേ. കാശുണ്ടാക്കാൻ വേണ്ടി ഒത്തുകളിക്കുക, പിന്നെ രക്ഷപ്പെടുത്തുക. ഈ ലൈൻ ജീവനസ് ഇനിയുണ്ടോ കയ്യിൽ? ഞാൻ ഇറങ്ങാണ്. മനു, നീ 1-2 ദിവസം റെസ്റ്റ് എടുക്ക. നാട്ടിലെ പോലീസ് മുഴുവൻ തിരക്കി നടന്നിട്ട് നടക്കാത്ത കാര്യം നീ ഒറ്റയ്ക്ക് കൊലത്തിയല്ലേ? ഹരി, അനാവശ്യം പറയരുത്. നീ മിണ്ടരുത്, ഇതാണുങ്ങൾ തമ്മിലുള്ള കാര്യമാണ്. വിട്ടേക്കെന്തോ. അതുകൊണ്ടല്ലേ ഈ മോളോട് ഞാനൊന്നും പറയാത്തത്. എന്താ മോളെ, ബുദ്ധി പണ്ടേ ഇല്ലെന്നറിയാം, ഇപ്പൊ ബോധം പോയോ? മോളു, ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതായത് മോളുടെ അച്ഛന്റെ വീടാണ്. ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പോലീസ് പിടിക്കും. ജീവിതത്തിൽ ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല എന്ന് നിനക്കറിയാം. പക്ഷേ നീ സാഗറിനെ പോലെ സുഹൃത്ത്. ലൈഫിലെ ബാലൻസ് നോക്കിയാ എനിക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, എൻ്റെ ഏക സമ്പാദ്യം. ഇതെല്ലാം എനിക്കറിയാവുന്നതല്ലേ? ഞാൻ പറഞ്ഞ മുഴുവൻ നുണയായിരുന്നു. എല്ലാം എനിക്കറിയാം. ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, വഴിപാട് നേരാത്ത ക്ഷേത്രങ്ങളില്ല. ഈ ജന്മം മുഴുവനും ഞാനിങ്ങനെ കരഞ്ഞു ജീവിക്കണോ? നമ്മുടെ കുഞ്ഞിനെങ്കിലും മനുവേട്ടനെ ഓർത്തൂടെ? ഹരിയുടെ സ്വഭാവം അറിയാലോ, മനസ്സിലൊന്നും വെക്കരുത്. എൻ്റെ മകന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒന്നുമില്ലാത്തവന്റെ ദുഃഖം നീ ധാരാളം കണ്ടിട്ടുണ്ടാവും. എല്ലാം ഉള്ളവന്റെ ദുഃഖം കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ആഗ്രഹിച്ച ദുഃഖം നേടി, പക്ഷേ ഒരു മനുഷ്യന് വേണ്ടത് എന്താണോ അത് മാത്രം നേടിയില്ല. മനസ്സമാധാനം. തലതിരിഞ്ഞു പോയ മക്കളുണ്ടായാൽ ആയുഷ്കാലം മുഴുവൻ നരകമായിരിക്കും. അവരെ പെറ്റവൾക്ക് ഇതൊന്നും കാണേണ്ടി വന്നില്ല. ദൈവം അവളെ നേരത്തെ അങ്ങ് വിളിച്ചു.
മനുവിനെ രക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സാർ, എങ്ങനെയുണ്ട് തൻ്റെ ബിസിനസ്സും റിസോർട്ടും ഒക്കെ? കുഴപ്പമില്ല സാർ. ആരിത്? തെലുങ്കന NG రామారావు. ఓ మన తెలుగు, మన భాష, మన ఆంధ్ర, నా మాతృభూమి, మనోరమ మంగళం. నమస్కారం అండి. మీకు హెల్ప్ కావాలి? చెప్పండి బాబు. తెలుగు అంటే నాకు ప్రాణ. జాకీ ఇరుక్కా అన్న. ఓ తమిళ. అయల్ సంస్థానం ఒక్క స్టేట్ మారిపోయి. రాండి అല്ല വാങ്ങോ. വെൽക്കം നൈന. വാട്ട് ഈസ് സർപ്രൈസ്? ഇതെന്താ പുതിയ വേഷത്തിൽ, പുതിയ അവതാരത്തിൽ? ஒன்னும் தம்பி, ஊர்ல மருமகளுக்கு கல்யாணம். நான் வரலன்னா கல்யாணமே பண்ணிக்க மாட்டேன்னு அவ அடம் பிடிக்கிறா. அவளுக்கு என்ன தெரியும் நம்மோட தலைக்கு பல கவர்மெண்ட் ரேட் ஃபிக்ஸ் பண்ணிருக்குன்னு. அது மட்டும் இல்ல, நம்ம ஊர் காத்து வாங்கி ரொம்ப நாள் ஆச்சு. அதான் அப்படியே ஊர் காத்து வாங்கிட்டு உன்னையும் பார்த்துட்டு போலான்னு வந்தேன். தேங்க்யூ, ஐ ஆம் ஹானர்ட். మీరు ఫ్రెండ్లు? உனக்கு சேர வேண்டிய மகாபலிபுரம் பங்களா பிரைவேட் பீச்சோட டாக்குமெண்ட்ஸ் இந்தா. தேங்க்யூ. ஜாக்கி, உனக்கு ரொசாரியோ பிரதர்ஸ்க்கும் ஏதாவது பிரச்சனையா? அப்படி ஏதாவது இருந்தா சொல்லு, பேசி தீர்த்துருவோம். எதுக்கு வீணா பிரச்சனை? எனக்கு என்ன பிரச்சனை നൈന? பிரச்சனை അവർക്ക് தானே. ഞാൻ അവരുടെ എനിമയാണെങ്കിൽ അതെന്റെ പ്രോബ്ലം അല്ല. நல்ல இடம், நல்ல பிசினஸ், ஃபேஸ்ல ஒரு ஷைனிங் கூட இருக்கு. நல்லவங்க கூட இருக்கு, அதனால நான் எப்பவுமே நல்லா இருப்பேன். എത്ര നാളത്തേക്കാണ് ഈ വിസിറ്റ്? இன்னைக்கு ஈவினிங் பேக் டு துபாய். ചേട്ടാ എത്രയായി? 300 രൂപ. 300 രൂപയോ? എന്റെ ചേട്ടാ ഞാൻ സ്ഥിരം വരാറുള്ളതാ. മാക്സിമം 200 രൂപ. വേണേ 250 എടുത്തോ. കൊച്ചേ, പെട്രോളിന്റെ ഒക്കെ വില കൂടി. അതിന് ഞാൻ എന്ത് ചെയ്യാനേട്ടാ? ബാക്കി 50 എടുക്ക്. ചേട്ടൻ അങ്ങനെ പോവാതെ ബാക്കി പൈസ എന്നിട്ട് പോ. രാവിലെ ഓരോരുത്തവളുമാരും വന്ന് കേറിക്കോളൂ. ഹലോ ചേട്ടാ, ആ കാശൊന്നും എടുത്ത് തന്നേക്കാം. കൊച്ചെ, നീ ആ കീങ് തന്നെ. സനി, അത് ചേട്ടനെടുത്ത് തന്നോളൂ. തന്നില്ലെങ്കിൽ ഇത് സ്ഥലം വേറെയാ. ഡ്രൈവർമാരെല്ലാരും കൂടി വന്നാലേ ചുമ്മാ ഇടങ്ങേറാകും. ഓഹോ, അങ്ങനാണോ? എങ്കിൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് മതി. ആരെ വിളിച്ചാലും ആരൊക്കെ വന്നാലും ഇതെടുത്തു തരാതെ ചേട്ടൻ ഇവിടുന്ന് പോവില്ല. നമ്മൾ രണ്ടുപേരും രാപ്പകല് കഷ്ടപ്പെടുന്നതേ ദേ ഇതിനു വേണ്ടിയാ. താങ്ക് യു ചേട്ടാ. സനി, Final call for Mr. Sagar, passenger to Chennai in Jet Airways. You are requested to contact the Jet Airways counter immediately. Jet Airways ന്റെ ചെന്നൈയിലേക്കുള്ള പാസഞ്ചർ മിസ്റ്റർ സാഗർ ഉടനടി ജെറ്റ് എയർവേസിന്റെ കൗണ്ടറിൽ കോൺടാക്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ఓపెన్. అవును, ఢిల్లీ ఫ్లైట్కి టైం ఎంత? 5:15 సార్. అవునా? అప్పుడు హైదరాబాద్కి ఫ్లైట్ లేదా? 6:30 సార్. అప్పుడే ఇక్కడ నుంచి చెన్నై లేదా? 7:20. Where you want to go, sir? ఫ్లైట్. Actually, ఏంటి సార్ మీ ప్రాబ్లం ఏంటి సార్? లైఫ్ లో మీ గర్ల్స్ ని చూడలేదా? మీకు తెలుగు తెలుసా? అశోక్ సాగర్ చెన్నై. హలో, క్లోజ్డ్. I am Sagar. Sir, here is boarding pass. Have a nice journey, sir. Thank you. റീമ, ഹോം മിനിസ്റ്റർ എത്തിയോ? എത്തിയിട്ടില്ല. ഫോണിൽ ചെക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സനി, ആളെത്തിയിട്ടില്ല.
സാറെങ്ങോട്ടാ? ബോംബെ വരെ. ഓക്കെ. ക്യാമറയൊക്കെ ആയിട്ടാണല്ലോ. എന്താണ് ദുരുദ്ദേശം? ഹോം മിനിസ്റ്റർ ബൈറ്റ് എടുക്കാൻ വന്നതാ. ആരതി ദേ. ശരി സാർ. വിളിച്ചാ മതി. സാർ സാർ 1 സെക്കൻഡ്. ഈ ജനമൈത്രി പോലീസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ പ്രസ് മീറ്റിൽ വിശദീകരിച്ചാണല്ലോ. അതിനെക്കുറിച്ചല്ല സാർ. മുഖ്യമന്ത്രിയുടെ മരുമകനെ കിഡ്നാപ്പ് ചെയ്തതും രക്ഷപ്പെടുത്തിയതുമെല്ലാം ഒരു ഡ്രാമയെന്ന് കേൾക്കുന്നുണ്ടല്ലോ. കേരള പോലീസും ഗോവ പോലീസും ചേർന്നുള്ള ഒരു സംയുക്ത അന്വേഷണത്തിലൂടെയാണ് മനുവിനെ രക്ഷപ്പെടുത്തിയത്. സാർ, ഞങ്ങളുടേതൊരു ലോക്കൽ നെറ്റ്വർക്ക് അല്ല, ഒരു നാഷണൽ ചാനലാണെന്ന് സാറിന് തന്നെ അറിയാമല്ലോ. ഈ കേസിൽ ഗോവ പോലീസ് യാതൊരു കമ്പൈൻഡ് ഓപ്പറേഷനിലും പങ്കെടുത്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. നിങ്ങൾ മാധ്യമങ്ങൾക്ക് എന്തും പറയാലോ. അങ്ങനെയല്ലേ സാർ, ഞാൻ കുറച്ചുകൂടി സ്പെസിഫിക് ആവും. ഈ തിരോധാന നാടകത്തിന് പിന്നിൽ നിങ്ങളുടെ മാഫിയ കണക്ഷനായ സാഗർ ഏലിയസ് ജാക്കി ഇൻവോൾവ് ആണെന്ന് പറഞ്ഞാൽ സാറിന് അത് നിഷേധിക്കാനാവോ? ഫ്ലൈറ്റിന് സമയമായി. നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ അങ്ങേരെ കൂളായിട്ട് സ്കൂട്ട് ചെയ്തല്ലോ. ആ സാരമില്ല, ഇത് വെച്ചൊരു സ്റ്റോറി അടിക്കാം. ഞാൻ പോയി എക്സിറ്റ് പാസ് എടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ കോഫി ഷോപ്പിലുണ്ടാവും. സാർ ഇതുവരെ പോയില്ലേ? ഇല്ലടോ, ഫ്ലൈറ്റ് ലേറ്റായി. താൻ പോയ കാര്യം എന്തായി? ഓ, എന്താകാനാ സർ, പൊളിറ്റീഷ്യൻസിന്റെ സെയിം ഗെയിം. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവരെന്തൊക്കെയോ പറയുന്നു. താൻ എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്ത് കാണും. താങ്ക്സ്. എങ്കിലും സാറിനെ പോലുള്ള സീനിയർ ജേർണലിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിട്ടും ജാക്കിയെ പോലൊരു തന്നെ വെളിച്ചത്തുണ്ടരാൻ കഴിയാത്തത് കഷ്ടമാണ്. ബട്ട് വൺ തിങ് ഇസ് ഫോർ ഷുവർ സർ, സാഗർ ഏലിയസ് ജാക്കിയും ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും തമ്മിൽ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ആൻഡ് വിത്ത് നോ ടൈം ഞാനത് പ്രൂവ് ചെയ്യും. ഓക്കെ ഓക്കെ, ഫ്ലൈറ്റ് മിസ് ചെയ്യും. ഈ സാറിന് ഇതെന്ത് പറ്റി? ആരതി ഒരു കാരണമില്ലാതെ കുറെ അവന്മാരെ എന്നെ എടുത്തിട്ട് താങ്ങി. 2 പെരുന്നാളിന് വെട്ടാനുള്ള ഇറച്ചി ഉണ്ടല്ലോ ദേഹത്ത്, എന്നിട്ട് തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. അവന്മാരാരാന്നറിയോ? ആരാണെന്നൊന്നും അറിഞ്ഞുകൂടാ. കുറെ ഇടിയും തന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത കാസറ്റ് എടുത്തോണ്ട് പോയി. ഹലോ, ഞാനിപ്പോഴെത്താം. എന്താ? അസറിന്റെ ഉമ്മയാ. ചെന്നൈ ക്യാൻസൽ. പെണ്ണ് കാണുന്നിടത്ത് നിന്ന് ഒന്നും പറയാതെ അശോകനോട് ഇറങ്ങിപ്പോയതാ. ബാപ്പയും കൂടി ഇല്ലാത്ത കുട്ടിയാ. പിന്നെ മോൻ്റെ കൂടെ ആയിരിക്കുമല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ 2 ദിവസമായി അവനെ കുറിച്ച് ഒരു വിവരമില്ല. അവസാനം വിളിച്ചപ്പോ വണ്ടിക്ക് എന്തോ റിപ്പയർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ വിളിച്ചപ്പോഴെല്ലാം മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. എന്താണെന്ന് അറിയില്ല മോനെ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. നിങ്ങളുടെ കൂടെയല്ലേ അവൻ വന്നത്? ഞാനവനെ അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഇയാളെന്താ ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത്? നിന്റെയൊക്കെ നാളെ ഇങ്ങനെ വരും. അസറിന്റെ കാര്യം എന്തായി? അതാണോ? അതപ്പോഴേ DGP വിളിച്ച് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് അവരവനെ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ധൃതി കണ്ടപ്പോ ഞാൻ വിചാരിച്ചതോ ബെടാ കാര്യമായിരിക്കുമെന്ന്. ഇതിനേക്കാൾ ധൃതി നിന്റെ കാര്യത്തിൽ ഞങ്ങൾ കാണിച്ചുകൊണ്ടാ ഇന്ന് നീ ഇവിടെ നിൽക്കുന്നത്. നിന്റെ കാറ് കൊണ്ടുവരാനാ അവനെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാക്കിയത്. അതൊക്കെ ശരിയായിരിക്കാം ജാക്കി, എനിക്കിതാ മനസ്സിലാവാത്തത്. ഒരു ഭാഗത്ത് CM ഉൾപ്പെടെയുള്ള VIP സുഹൃത്തുക്കൾ, മറുഭാഗത്തോ കണ്ട അലവലാദികളും മൂന്നാംകിട ഗുണ്ടകളും. നീ അസറിനെയും മറ്റ് ബാർബറിനെയൊക്കെ ഡിസ്റ്റൻസ് എടുത്തേണ്ട കാലം കഴിഞ്ഞു. അവർക്ക് വേണ്ടി നീ വെറുതെ ഇമോഷണൽ ആവല്ലേ? എടാ,
എടാ, ഇട്ടിരിക്കുന്ന അണ്ടർവെയർ പൊന്നാണോ എന്ന് നോക്കി കൂട്ടുകൂടുന്ന നിന്നെ പോലുള്ള ഒരാൾക്ക് അത് മനസ്സിലാവില്ല. മുഖ്യമന്ത്രിയല്ല, ഏത് ദേവേന്ദ്രൻ നിന്റെ അമ്മായിയപ്പനായി വന്നാലും നിന്റെ ചെറ്റത്തരം നിന്നെ വിട്ടുപോകില്ല. ഐ പിറ്റി യു ബാസ്റ്റേർഡ്. നിന്റെ സഹായമില്ലാതെ അസറിനെ എങ്ങനെ എത്തിക്കണമെന്ന് എനിക്കറിയാം. ചില നേരത്തെ അവന്റെ വർത്തമാനം കേട്ടാ എനിക്ക് ചൊറിഞ്ഞു വരും. പിന്നെ അവൻ എന്റെ തന്തയൊന്നുമല്ലോ, അവൻ പറയുന്ന മുഴുവൻ ഞാൻ കേൾക്കാൻ. മനുവേട്ട പ്ലീസ്, ചെറിയ കാര്യങ്ങൾ സ്വയം പറഞ്ഞു പറഞ്ഞ് വെറുതെ എന്തിനാ വഷളാക്കുന്നത്? സാഗർ നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ അങ്ങനെ മറക്കാൻ പറ്റൂ? എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ ഞാൻ അവന്റെ അടിമയായിട്ട് കഴിയണോ? ഇനിയിപ്പം അവനെ വിളിച്ചുടനെ പറയാൻ നിൽക്കണ്ട. ദേഷ്യം വന്നപ്പോ എന്തോ പറഞ്ഞു പോയെന്നുള്ളൂ. ഭായ്, പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, നോ ഇൻഫർമേഷൻ. പക്ഷേ റൊസാരിയോയുടെ കാർ പോർച്ചിനുള്ളിൽ ഒരു കേരള രജിസ്ട്രേഷൻ ബെൻസ് കാർ കിടക്കുന്നുണ്ട്. ജാക്കി ഭായ്, റൊസാരിയോ Soy un hombre muy honrado que me gusta lo mejor. Pa' mujeres no me falta ni el dinero ni el amor. Jineteando en mi caballo por la sierra yo me voy. Las estrellas y la luna ellas me dicen dónde voy. Ay, 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 mi amor. Ay, mi morena de mi corazón. Hello, Jackie. You're always welcome. Yeah. Me gusta tocar guitarra. Okay. Me gusta cantar el son. Clear off. Hey, come on, kids. Go play outside. സാഗർ അലിയാസ് ജാക്കി. ഇപ്പൊ നീ ഗോവയിലും ഫേമസ് ആണ്. എന്ത് ചെയ്യാം, പണി ഇതായി പോയില്ലേ. യു വാണ്ട് എ ഡ്രിങ്ക്? നോ. നിന്റെ പേര് മാത്രമേ കേൾക്കാനുള്ളൂ ദുബായില്, പിന്നെ ഇവിടെ ഗോവയില്. ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ചാർട്ട് ചെയ്താണല്ലേ പണി. അല്ല ജാക്കി, ഈ വക കോൺട്രാക്ട് പണിക്കൊക്കെ എന്താ നിന്റെ റേറ്റ്? അങ്ങനൊന്നുമില്ല, അത് കൊടുക്കുന്ന പണി അനുസരിച്ചിരിക്കും. റൊസാരിയോ, അസറിനെ എനിക്ക് വേണം. ആഹാ, പിന്നെ നീ കോൺട്രാക്റ്റുമായിട്ടാണോ വന്നിരിക്കുന്നത്? ഇതിനെന്താ നിന്റെ ചാർജ്? ടെൽ മീ. ഈ കോൺട്രാക്റ്റിൽ കാശിൻ്റെ കണക്കില്ല. അസറിനെ എനിക്ക് വേണം. ഞാൻ അവൻ്റെ പെങ്ങൾക്ക് കൊടുത്ത വാക്ക. നിനക്കറിയാലോ, ഞാനൊരു ബിസിനസ്സുകാരനാ. നഷ്ടങ്ങളുടെ കണക്ക് ഞാൻ സൂക്ഷിക്കാറില്ല. നീ ആദ്യമായി എൻ്റെ വീട്ടിൽ വന്ന് ഒരു കാര്യം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തരില്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ തരില്ല. മമ്മയാ എൻ്റെ ഫാമിലി. അതെനിക്ക് എല്ലാത്തിലും വലുതാണ്. കുറെ പ്രോജക്റ്റുകളുടെ പേരും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കോടികളാ നിന്റെ കൂട്ടുകാരൻ വാങ്ങിക്കൂട്ടിയത്. എന്നിട്ടാണ് നീ എൻ്റെ ബ്രദറിനെ. നിനക്കുണ്ടായ എന്ത് നഷ്ടവും ഞാൻ തീർക്കാം. പണമായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല നിന്റെ ഡിമാൻഡ്സ് എന്താണാവോ അതുപോലെ. എനിക്കൊറ്റ ഡിമാൻഡേ ഉള്ളൂ, മനുവിന് എനിക്ക് വേണം. നിനക്കറിയാലോ റൊസാരിയോ, ഞാനത് ചെയ്യില്ല. എങ്കിൽ ഈ കോൺട്രാക്ട് നീ വിട്ടേക്ക്.
റൊസാരിയോ ബ്രദേഴ്സിനെ ചാലഞ്ച് ചെയ്തിട്ട് നിനക്ക് ഇവിടെ നിന്ന് ഒരാളെ പോയിട്ട് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു പുതിയ പ്രോജക്റ്റാണ്. വേണമെങ്കിൽ നിനക്കും പാർട്ട്ണറാവാം. ധൃതിയൊന്നുമില്ല, മെല്ലെ ആലോചിച്ചിട്ട് മതി. നിന്റെ ബ്രദേഴ്സ് ഡേവിഡ് ആൻഡ് സൈമൺ. ഇത് സ്റ്റൈൽ. ഇതിപ്പോൾ അവൻ്റെ സലൂണാ. പഴയതുപോലെ ഷേവിംഗ് ഇല്ല, കട്ടിങ് മാത്രമേ ഉള്ളൂ. കട്ടിൽ അവൻ എക്സ്പേർട്ടാണ്. ഓക്കെ, എന്താ ഞാൻ ഇറങ്ങട്ടെ? സമയം നോക്കി നമ്മുടെ നാട്ടിലോട്ടൊന്ന് ഇറങ്ങുക. അവിടെ വെച്ച് നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് ക്ലോസ് ചെയ്യാം. ഹലോ. ഏയ്, എന്താണ് റൊസാരിയോ? പിള്ളേരല്ലേ? കമാൺ കമാൺ. വണക്കം ഞാനില്ല, ഞാൻ ഗോവയ്ക്കില്ല. ഇവൻ മരിച്ചിരിക്കണം. റിലാക്സ് റിലാക്സ് ബ്രോ, ഞാൻ ഡീൽ ചെയ്യാം. ജാക്കി, യു പ്ലേഡ് എ നൈസ് ഗെയിം. മനുവിനെ ഞാൻ മറക്കും, എന്റെ കാശും. പക്ഷേ ജാക്കി, നിന്നെ നീ വിളിക്കാതെ തന്നെ ഇങ്ങോട്ടുള്ള വഴി എനിക്ക് വരേണ്ടി വരും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നീ പറഞ്ഞ പാർട്ട്ണർഷിപ്പ് ക്ലോസ് ചെയ്യുന്നവരെ നിന്റെ നാട്ടിൽ. ഇവിടം എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ജാക്കി, ഈ സ്ഥലം നീ ഓർമ്മ വെച്ചോ. ഞാൻ ഓർമ്മകളിൽ ജീവിക്കാറില്ല റൊസാരിയോ. നീ പിള്ളേരെയും കൂട്ടി സ്ഥലം വിട്. ഇപ്പൊ പോയാൽ ഇരുട്ട് മുമ്പ് നിനക്ക് നിന്റെ മമ്മയെ കാണാം. Get inside. Why do you want to go around Kerala, Saipe? What you talking about? Kerala, Emi ledu onnu illa. Ivada samaramé ullu. Telugu telusa?
വെരി പുവർ. തെലുങ്ക് പോലും അറിയാത്ത സാഹിബ്. എന്റെ അശോകനങ്ങളെ എന്നെ ഇവിടെ തന്നെ സ്ഥിരമാക്കാൻ జాకీയോട് പറയണേ. నమస్కారం అండి. എന്താ జాకీ, నేను సాయిపు కొంచెం డౌట్లు అన్ని క్లియర్ చేశారు. ఇప్ప డౌట్ లేదు. నా పొరగా పోయి హెల్ప్ కావాలా? എന്റെ പൊന്നശോക, ഇവരെങ്ങനെയെങ്കിലും ജീവിച്ചു നിന്റെ പെണ്ണ് വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ടോ എന്നാ? 24 മണിക്കൂർ അതല്ലേ പരിപാടി. అదే ఆ రిపోర్టర్ కాదా? ఇത്ര చెరియ కుట్టికి ఇത്ര വലിയ കുട്ടിയോ? ആ അമ്മായിനെ చూసిందా? ఎవరు కూడా చెప్పలేదు. అమ్మాయాണെന്ന് പറയില്ല. അല്ല, ഇവൾ എന്തിനായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്? జాకీ సూక్షిచో, ఇవಳು നമ്മളെ ഫോളോ ചെയ്ത് വന്നതാണ്. ബി കെയർഫുൾ. నేను చెప్పినదా చెప్పినట్టే. డేంజర్. ఓ వెంకటజలవదే కన్ను కొట్టండి. ജോണിടാ. ഹലോ ഹലോ. സാർ, എന്താടോ? ഏതോ ചാനലുകാർ സാറിന് ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. അമ്മാരോട് പോകാൻ പറ. രാവിലെ ഇറങ്ങിക്കോളും ഇന്റർവ്യൂ ഉണ്ടാക്കാൻ. ഇപ്പൊ വരുമെന്ന് പറഞ്ഞേക്ക്. ശരി മാഡം. അവന്മാരുടെ ഓരോ കുനിഷ്ഠ ചോദ്യങ്ങൾ എനിക്കൊന്നും സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡ് ചെയ്യണം. ഡിപ്ലോമസി ക്ഷമയുണ്ടെങ്കിൽ സ്റ്റാൻഡ് ചെയ്യാം. ഞാൻ ഒരുപാട് ടൈം എടുത്തില്ലല്ലോ. ഏയ് ഇല്ല സർ, ഐ എം ആരതി മേനോൻ ഫ്രം CNN. നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? എന്നും കാണുന്ന മുഖമല്ലേ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെ ഇരിക്കണോ അതോ ഇല്ല സർ, പുറത്ത്? ഇവിടെ മതി. സനി സർ, ക്വസ്റ്റ്യൻസ് കുറച്ച് ഡയറക്റ്റ് ആവുന്നതിൽ പ്രോബ്ലം ഇല്ലല്ലോ? ഏയ്, എന്ത് പ്രോബ്ലം? ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ അങ്ങയുടെ ഫ്യൂച്ചർ അല്പം ആശങ്കയിലാണെന്ന് കേൾക്കുന്നു. നോ കമന്റ്സ്. അടുത്ത ചോദ്യം. അടുത്ത അനന്തരാവകാശി മകനല്ല മകളാണെന്നൊരു ന്യൂസ് ഉണ്ടല്ലോ സർ. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതല്ലേ. ആളുകൾ പറയുന്നതല്ല, മകനേക്കാൾ മകളോടാണ് വാത്സല്യമെന്ന് അങ്ങയുടെ അച്ഛന്റെ തന്നെ ചില പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാണല്ലോ. അതൊക്കെ നിങ്ങളെപ്പോലുള്ളവരുടെ തോന്നലുകളാ. ഈ അടുത്ത് നിങ്ങളുടെ ബ്രദറിലോയെ കിഡ്നാപ്പ് ചെയ്ത സംഭവത്തിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ? ചോദ്യം ഉത്തരവ് നീ തന്നെ പറയുകയാണെങ്കിൽ അതിൽ മാത്രമല്ലടി, മറ്റു പലതിലും എനിക്ക് പങ്കുണ്ട്. ഞാൻ എന്റെ പെണ്ണുമ്പിള്ളയുടെ എന്തൊക്കെ ചെയ്യണമെന്ന് നീ പറയുമല്ലോ. പറ. ഒന്ന് പോടി അവിടുന്ന്.
ഒരു കോല് നീട്ടിപ്പിടിച്ചിറങ്ങിയാൽ എന്ത് തന്തയില്ലാത്തവരും ചോദിക്കാന്നാണോ? ഈ കോല് പിടിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടുന്ന മറ്റൊരു പണിയുണ്ട്. അത് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് നിനക്കത് ശോഭിക്കുകയും ചെയ്യാം. നിങ്ങൾ വെറും ചീപ്പാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ബോധ്യായി. നിനക്കെന്റെ തനിക്കുണം അറിയത്തില്ല. അറിയാം, വ്യക്തമായി തന്നെ അറിയാം. ഇന്റർപോൾ അന്വേഷിക്കുന്ന ഗാങ്സ്റ്ററായ നയനയുടെ മകളുടെ ദുബായിൽ നടന്ന മാരേജ് റിസപ്ഷന് താൻ നടത്തിയ പെർഫോമൻസിന്റെ വീഡിയോ ടേപ്പുകൾ അടക്കം നിങ്ങളുടെ മാഫിയ ബന്ധങ്ങൾ മുഴുവൻ റിവീൽ ചെയ്യുന്ന എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. അതെല്ലാം കൂടെ ഞാൻ പുറത്തേക്ക് വിടുമ്പോ നാട്ടുകാരൂടി അറിഞ്ഞോളും തന്റെ തനിക്കണം. സണി, ஜாக்கி, நீ எனக்கு சின்ன ஹெல்ப் பண்ணணும். Tell me, Nana. சிஎன்எம்ல ஒரு ரிப்போர்ட்டர் ஆர்த்தி மேனன், அவங்களுக்கும் சிஎம் மக ஹரிக்கும் ஏதோ பிரச்சனையா. நான் விஐபிஸ் கூட எடுத்த போட்டோஸ்லாம் வச்சுக்கிட்டு எனக்கு அவங்களுக்கும் ஏதோ கனெக்ஷன் இருக்குன்னு எக்ஸ்போஸ் பண்ணுவேன்னு மிரட்டுறா. ஜாக்கி, நீ என்ன பண்ணுவியோ எனக்கு தெரியாது. என்னை பத்தி எந்த கான்ட்ரோவர்ஷியல் நியூஸும் மீடியால வரக்கூடாது. ஹரிய பத்தி உனக்கு தெரியும்ல, சரியான மடப்பையன். அவன் ஏதாவது முட்டாள்தனமா செய்யறதுக்கு முன்னால நீ அது என்ன ஏதுன்னு பார்த்து முடிச்சிரு. Okay, don't worry, Nana. I'll take care of it. Okay. Miss Arati Menon? Yes. Hey! Hey! Get inside. മോളെവിടെ? മോളോ? അന്ന് ആക്സിഡന്റ് ആയ മീനു, ഹൗസ് ഓണറിന്റെ മോളാ. ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യും. അന്ന് അതുപോലെ വരുമ്പോഴാ ആക്സിഡന്റ്.
അന്നെനിക്ക് താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ഇപ്പൊ പറഞ്ഞോളൂ. താങ്ക് യു. വെൽക്കം. അല്ല, സാർ എന്ത് ചെയ്യുന്നു? ഞാൻ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ. എന്ത് ബിസിനസ്? പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. ഇപ്പോൾ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. ഓ, ഈ കെട്ടിടം പണി. ചിലപ്പോൾ പണിയും ചിലപ്പോൾ പൊളിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. സർ, 1 മിനിറ്റ്. അന്ന് മീനുവിനെ രക്ഷിച്ചത് ആക്സിഡന്റിലായിരുന്നു. പക്ഷേ ഇന്ന് വന്നത് യാദൃശികമായിട്ട് തോന്നിയില്ല. You are Arati Menon? Yes, sir. Sir, your good name? Good name? Don't know whether it's a good name. I'm Jackie. Sagar Elias Jackie. കൊടുത്തേ. ഇനി മുത്തശ്ശിതാ കൊടുക്കടാ, കൊടുക്ക്. ദാ. ഇനി നമുക്ക് കഴിക്കാം. മോനു, മമ്മ കേട്ടത് ശരിയാണോ? എന്താ നീ കേട്ടത്? ഇന്ന് ഡൽഹിക്ക് ഒപ്പം വരുന്നത് മോളും മരുമോനുമാണെന്ന്. ആണെങ്കിൽ എന്താ നിന്റെ സമ്മതം വേണോ? എന്റെ സമ്മതമൊന്നും ആരും വാങ്ങണ്ട. മോളെ കൊണ്ടുപോയി രാഷ്ട്രീയത്തിൽ ഇറക്കി MLA-യോ മന്ത്രിയോ ഒക്കെ ആക്ക്. അച്ഛാ, ഞാൻ എങ്ങോട്ടുമില്ല. എനിക്ക് വേണ്ടി അച്ഛൻ ആരുടെ മുമ്പിൽ താഴേണ്ട ആവശ്യമില്ല. പോവാം മോനു, പോവാം. ഡൽഹിയിലും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. ഇന്ന് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇനി ഇവിടെ ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്നിട്ട് നിന്റെ അമ്മയുടെ 16 തന്തേ മോളും കൂടെ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കട്ടെ. ഇനി ആ തന്തക്കിളവന്റെ കാൽ ചൂട്ടി കിടക്കാൻ ഞാനില്ല. ഹരിയേട്ട, നിനക്കറിയാൻ മേല, അയാള് രാഷ്ട്രീയത്തിൽ മാത്രമല്ല സ്വന്തം കുടുംബത്തിലും ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവനാ. എന്നെങ്കിലും ഏതെങ്കിലും ഒരു തീരുമാനം ഇങ്ങനെ വെറി പിടിക്കാതെ എടുത്തിട്ടുണ്ടോ? സ്വന്തം നിലയിൽ ഒരു MLA പോയിട്ട് ഒരു പഞ്ചായത്ത് മെമ്പറാകാനെങ്കിലും ഹരിയേട്ടന് കഴിയുമോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ തകർക്കാൻ എന്റെ തന്തയും പെങ്ങളെയും വെച്ച് കളിക്കുന്ന അവനാ ആ ജാക്കി. ഏത് മനുഷ്യരാലും റിയാക്ട് ചെയ്തു പോകും. റിയാക്ട് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യണ്ടേ. ശത്രുവിനെ പോലും മിത്രമാക്കുന്നവരാ രാഷ്ട്രീയക്കാര്. നിങ്ങളുടെ അച്ഛൻ തന്നെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ, എത്ര സ്മൂത്ത് ആയിട്ടാന്ന്. അതെങ്ങനെയാ? ഹരിയേട്ടനാണെങ്കിൽ വീട്ടിലെ ശത്രുവിനെ പോലും മിത്രാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇന്നലെ വരെയുള്ളതെല്ലാം ഞങ്ങൾ മറന്നു കഴിഞ്ഞു. നീ തന്ന പ്രോമിസുകളും തരാനുള്ള പണവുമെല്ലാം. പക്ഷെ അവൻ ജാക്കിയെ ഞങ്ങൾക്ക് വേണം. എപ്പോ വേണം? ജാവേദ്, ജാവേദ് എല്ലാം നോക്കിക്കോളൂ. പിന്നെ അവനെ യാത്രയാക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരോടുണ്ടാവണം. അതെന്റെ ഒരു വാശിയാണ്. ബാല സാർ, ഞങ്ങളിപ്പോ വരാം. ശരി സാർ. ലോക്ക് ചെയ്യല്ലേ?
ഈ കണ്ടുമുട്ടൽ നീ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. നിന്നെ കാണാൻ എൻ്റെ 2 ഫ്രണ്ട്സ് കൂടിയുണ്ട്. അതിന് കുറച്ച് കാശ് ചെലവായെങ്കിലും ഞാൻ ആ നഷ്ടം സഹിച്ചു. ജാവേദ് വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഗുഡ് ബൈ ജാക്കി. ഷൂട്ട് ഹിം ഡൗൺ ജാവേദ്. റൊസാരിയോ, ഇതുവരെയുള്ള നിന്റെ പ്ലാൻസ് എല്ലാം കറക്റ്റ് ആയിരുന്നു. ഇതൊഴിച്ച് ഇവന് കാര്യം മനസ്സിലായി. നിനക്കെന്താ റൊസാരിയോ മനസ്സിലാകാത്ത? അവരൊന്ന് വിരലമർത്തിയാൽ നിന്റെ അപ്പൂപ്പന്മാരുടെ ഫോഴ്സിൽ വരെ അടിച്ചു. 4-5 ഗുണ്ടകളെയും ഒപ്പം നിന്റെ പുതിയ ഫ്രണ്ട്സിനെയും കൂട്ടി വന്ന എന്നെ അങ്ങ് തീർക്കാമെന്ന് കരുതിയ. കാശറിഞ്ഞ ഇവന്മാരെ പോലെ തന്തയ്ക്ക് പറക്കാത്തവന്മാരെ ഇനിയും നിനക്ക് കിട്ടും. നിന്റെ ഇവനെയൊക്കെ ഞാൻ മറക്കും. പക്ഷെ മറക്കാൻ പറ്റാത്ത ഒരു തന്നെ ഇവിടെ ഉണ്ടല്ലോ. ആണോ പെണ്ണോ എന്നറിയാത്തൊരു സാധനം. എത്ര വെള്ളിക്കാശിനാടാ നായിന്റെ മോനെ നീ എന്നെ ഒറ്റുകൊടുത്ത്. ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും. പക്ഷെ നിന്നോടതുണ്ടാവില്ല. നിന്നെ തിരിച്ചറിയാതെ പോയത് നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിച്ചിരുന്നതുകൊണ്ടാണ്. ഇതെന്റെ റിസോർട്ടാണ്. ഇവിടെ വരുന്ന എന്റെ ശത്രുക്കൾ പോലും എന്റെ അതിഥികളാണ്. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ. ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ടേക്ക് കെയർ. ടേക്ക് കെയർ. യെസ്, ടേക്ക് കെയർ.
നൈന, എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? വീണ്ടും മരുമകൾക്ക് കല്യാണമാ? நோ நோ நத்திங். ஒன்ன மட்டும்தான் பார்க்க வந்தேன். உட்காருங்க. இல்ல பரவாயில்ல. உனக்கு ரொசாரியஸ்க்கு இருக்கிற பிரச்சனை இன்னையோட தீரணும். நீங்க 2 பேரும் இப்படி சண்டை போட்டுக்கிட்டு இருந்தா அது நம்ம எல்லா பிசினஸையும் தான் பாதிக்கும். இங்க நடந்த எல்லாத்தையும் மறந்துட்டு കോംപ്രമൈസ് ആകണം. എന്നെ சொல்ற? നൈന, എന്റെ കണക്കൂട്ടലുകൾ ശരിയായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. മറിച്ച് റസാരിയുടെ കണക്കുകളായിരുന്നു ശരിയെങ്കിൽ ഒരു ഡ്രിങ്കിന് ചുറ്റുമിരുന്ന് എന്റെ ആത്മാവിനെ എന്നേക്കുമായി നിത്യശാന്തി നേർന്നുകൊണ്ട് നീയും അവരും ചിയേഴ്സ് പറയുമായിരുന്നു. ആ വിഷയം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട നൈന. അത് വിട്ടേക്ക്. ஓகே 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 அதை விட்டுட்டு. பட் ஜாக்கி, நீ எனக்கு ஒரு ஃபேவர் பண்ணி ஆகணும். கோவால என்னுடைய கன்சைன்மெண்ட் ஒன்று வந்து இறங்கியிருக்கு. இப்போ நடக்கிற மும்பை கோவன் பிரச்சனைனால என்னால் சரக்கு அங்கே இறக்க முடியல. அதனால என்னுடைய கன்சைன்மெண்ட்டை கொச்சியில இல்ல கேரளால எங்கேயாவது இறக்கி ஆகணும். அதுக்கு நீ கண்டிப்பா ஹெல்ப் பண்ணணும். നൈന, ഡ്രഗ്സും വെപ്പൺസും നിറച്ച നിന്റെയും റൊസാരിയ ബ്രദേഴ്സിന്റെയും ഷിപ്പുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും നങ്കൂരമിടുന്നുണ്ടെന്ന് എനിക്കറിയാം. പാവം മനുഷ്യരുടെ ചോരയിലും നിലവിളിയിലും ചവിട്ടി നിന്നുകൊണ്ടുള്ള നിന്റെ ഈ ഡേർട്ടി ബിസിനസിന് വേണ്ടി കേരളത്തിലേക്ക് നീ കപ്പലടിപ്പിക്കണ്ട. നൈന, ഞാനതിറക്കില്ല. വേറെ ഒരുത്തനും അതിറക്കാനും പോകുന്നില്ല. அன்னைக்கு துபாயில வச்சு உன்னை போட்டிருக்கணும். உன்னை சும்மா விட்டது நீ எனக்கு தேவைப்படுவன்ற ஒரே காரணத்துக்கு தான். ஓன் லைஃப் எனக்கு காஸ்ட்லி. നിന്നെ ഞാൻ വെറുതെ വിടുന്നത് നീ കോസ്റ്റ്ലിയേ അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ രണ്ടാളുടെയും കാര്യത്തിൽ ഒറ്റ ഗ്യാരണ്ടിയേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടില്ല. സോ സീ യു ഇൻ ഹെൽ ആൻഡ് പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. நீ யார்கிட்ட பேசிக்கிட்டு இருக்க தெரியுமா? நைனா. இன்னையிலிருந்து உனக்கு சாவு மணி ஸ்டார்ட் ஆயிடுச்சு. இனி நீ வாழ போற ஒவ்வொரு நாளும் எண்ணி ஃபீல் பண்ண போற. ஓ மாமாய், சும்மா இந்த மாதிரி டயலாக் எல்லாம் பேசி என்ன மிரட்டாத. போய் உன் மாமிக்கு மாவாட்டுற வேலையை பாரு. என்கிட்ட வந்து மணி அடிக்காத. பாப்போம். എനിക്ക് തെറ്റുപറ്റി റൊസാരിയോ. ജാക്കിയേക്കാൾ വലുതല്ല എനിക്ക് പണം. ഈ ഒറ്റ കാശ് നിനക്ക് തിരിച്ചെടുക്കാം. നിന്റെ എല്ലാ കടങ്ങളും പലിശ സഹിതം ഞാൻ തിരിച്ചു തന്നിരിക്കും. ഐ എം സോറി. എന്റെ ഇന്ദു, നീ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം. ഇത്രയും കാശ് കണ്ടപ്പോൾ ഒറ്റ നിമിഷത്തേക്ക് ഞാൻ എല്ലാം മറന്നു. എല്ലാ ബന്ധങ്ങളും മറന്നു. നിനക്കറിയാമല്ലോ, കുറേ ആദർശങ്ങൾ മാത്രം സ്വത്തുള്ള ഒരച്ഛൻ്റെ മകനായിട്ടാണ് ഞാൻ വളർന്നത്. ആ ആദർശങ്ങൾ എനിക്ക് കുറച്ച് കോംപ്ലക്സുകളല്ലാതെ മറ്റൊന്നും തന്നിട്ടില്ല. അധികാരവും പണവുമുള്ള നിന്റെ കുടുംബത്തിലേക്ക് വന്ന് കയറുമ്പോൾ ഞാൻ ഒന്നുമല്ല എന്നൊരു തോന്നൽ കൂടുകയായിരുന്നു. തോറ്റുപോയ ഒരാളുടെ പിടച്ചിൽ നിനക്കറിയില്ല. നാളെ എൻ്റെ മകന്റെ മുമ്പിലെങ്കിലും നിവർന്നു നിൽക്കാൻ എനിക്കറിയില്ല എന്തു. സാഗറിനെ ഞാൻ ചതിച്ചു എന്നറിഞ്ഞിട്ടും ആ നിമിഷം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി ഒരിക്കലും സാഗറിന് എന്നെ അവന്റെ പഴയ സുഹൃത്തായി കാണാൻ കഴിയില്ല. എല്ലാ തെറ്റുകളും എനിക്ക് അവനോട് തുറന്നു പറയണം. അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ മനുവേട്ടൻ ഇങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നോ? ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഒന്ന് കുറ്റപ്പെടുത്തുക പോലും ചെയ്യാതെ മനുവേട്ടന്റെ കൂടെ നിന്നിട്ടില്ല ഞാൻ. എന്നെങ്കിലും നന്നാവൂന്ന്
ഓരോ നിമിഷവും വിശ്വസിച്ചിരുന്നു. ഇല്ല, ഈ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. മനുവേട്ടന് വേണമെങ്കിൽ സാഗറിനെ വിളിക്കാം. സാഗറിനോട് പറയണം. ഹലോ. ഹലോ സർ. എന്താണ് ക്യാമറയും ക്രൂ ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക്? സർ, മനുവിന്റെ മർഡറുമായി ബന്ധപ്പെട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ന്യൂസ് സാറാണ് അതിന് പിന്നിലെന്നാണ്. ഇപ്പോൾ മീഡിയയും പോലീസും എല്ലാം സാറിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. മാത്രമല്ല, ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പുതിയ ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് പ്ലാന്റഡ് ആണ് സർ. അയാളെ അന്വേഷിച്ചാൽ അവസാനം സാറ് തന്നെ ആയിരിക്കും പ്രതി. ഞാൻ ചെയ്യുന്നത് എന്താണെന്നും ചെയ്യാത്തത് എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം.
ഇപ്പോൾ ആരതി എന്നെ അവിശ്വസിക്കുന്നുണ്ടല്ലേ? ഒരിക്കലും ഇല്ല സർ. സർ, 2-3 കിലോമീറ്റർ ദൂരത്ത് നിന്ന് പോലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്നൈപ്പർ ഗണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താൻ പറയുന്നപ്പോ മർഡർ പുറത്തുനിന്നുള്ള ഒരാളാണെന്നാണോ? മനുവിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അവരുടെ സ്റ്റാറ്റസും സിറ്റുവേഷനും നോക്കുമ്പോൾ പുറത്തു നിന്നൊരു വാടക കൊലയാളിയുടെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു ഊഹം മാത്രമല്ലേ ആവുന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് എ വൈൽഡ് ഗസ്. തൽക്കാലം താൻ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കണ്ട. പാടത്ത് മുണ്ടിയെ പിടിക്കാൻ പോകുന്ന നല്ല വെടിക്കാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. അതുകൊണ്ട് സ്നൈപ്പറുടെ ജാതകവും ഭൂമിശാസ്ത്രവും നോക്കി സമയം കളയാതെ ആ ജാക്കി അങ്ങ് അറസ്റ്റ് ചെയ്യും. സർ, തെളിവൊന്നുമില്ലാതെ എങ്ങനെയാണ് സർ? തെളിവുകളെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരില്ലല്ലോ. തെളിവുകൾ നമ്മൾ ഉണ്ടാക്കുകയൂടെ ചെയ്യണ്ടേ? ఏమంటే సార్ ఎక్కడికి వెళ్ళొద్దన్నారు కార్యమీ? തനിക്ക് മലയാളം അറിയില്ല? ഒട്ടും അറിയില്ല സാർ, തെലുങ്കേ അറിയൂ. ജാക്കി എവിടെ? ഇരിക്കണം സാർ. സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. മാറോ. എങ്ങോട്ട്? അകത്തേക്ക് കയറാൻ പറ്റില്ല. ജാക്കി ഇങ്ങോട്ട് വരും. നോ. സ്റ്റേ. മിസ്റ്റർ സാഗർ, ഞങ്ങൾ വന്ന് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഐ ഡോണ്ട് നോ. എന്തായാലും വന്ന കാലം നിൽക്കാതെ നിന്ന കാലിൽ തന്നെ നിന്നോണ്ട് വന്ന കാര്യം പറ സാറേ. ചെപ്പണ്ടേ? മനുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുക്കാനാണ്. ചോദ്യം ചെയ്യാൻ എന്തിനാ കസ്റ്റഡി? ചോദ്യം ചെയ്താ പോരെ? താൻ എനിക്ക് നിയമം പഠിപ്പിച്ചു തരാണോ? കസ്റ്റഡിയിൽ എടുക്കണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിക്കും. അങ്ങനെ സാർ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മാത്രം അങ്ങനെ. എന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ ഞാനും കൂടെ അറിഞ്ഞേ പറ്റൂ. സോറി, ഈ നാട്ടിലെ നിയമം എനിക്ക് തന്നിരിക്കുന്ന പൗരാവകാശമാണത്. മനുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ഞാനാണ് എന്നുള്ളതിൻ്റെ എന്ത് തെളിവുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എനിക്കെതിരെ പരാതികളോ തെളിവുകളോ സാക്ഷിമൊഴികളോ അങ്ങനെ എന്തെങ്കിലും? പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് കോടതിയിൽ നിന്ന് കുറച്ച് കടലാസുകളുമായി ഇയാൾ ഇവിടെ നിൽക്കുന്നത്. വക്കീലേ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തേക്ക്. പുതിയ പയ്യനല്ലേ, കാണാം. അവന് നിയമം അറിയാം സർ. അറിയാമെന്നല്ല, ഒരുപക്ഷെ നമ്മളെക്കാൾ നന്നായി അറിയാമെന്ന് വേണം പറയാൻ. ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിൽ എടുത്താൽ പിന്നെ പ്രതി നമ്മളാവും. ഭയമില്ലാത്തവനെയും നിയമം അറിയുന്നവനെയും വളരെ സൂക്ഷിക്കണം. എടുത്തു ചാടി അബദ്ധം കാണിച്ച പല അനുഭവങ്ങളുണ്ട് നമ്മുടെ പോലീസിന്. ജെന്യൂനായ ഒരു പരാതി പോലും ഇതുവരെ സാഗറിനെതിരെ കിട്ടിയിട്ടില്ല. അത്രേ ഉള്ളൂ. എത്ര പരാതി വേണം തനിക്ക്? ഇനി സാക്ഷി വേണം? അതും തരാം. അത് മതി സാർ, അത് മതി. ഇവർക്കെന്തോ നിന്നോട് ചോദിക്കാനുണ്ടെന്ന്. അത് പിന്നെ മറ്റൊന്നുമല്ല മേഡം, അന്വേഷണത്തിന്റെ വലിയൊരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ അതിന് ചില... ഞാൻ തെളിച്ചങ്ങോട്ട് പറയാം. മനുവിനെ കൊന്നത് സാഗറാണെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ അതിന് ചില തെളിവുകളും കൂടി വേണം. അതായത് ഒരു സ്ട്രോങ് എവിഡൻസ് വേണം മേഡം. നിനക്ക് കാര്യം മനസ്സിലായില്ലേ? നിന്റെ മൊഴി കൂടി വേണമെന്ന്. ഷൂട്ട് ചെയ്ത കൊലയാളിയെ മേഡം കണ്ടുവെന്നും അത് ജാക്കിയാണെന്ന് മാത്രം ഒരു മൊഴി തന്നാൽ മതി. ഈ നിമിഷം ഞങ്ങൾക്ക് അയാൾ അറസ്റ്റ് ചെയ്യാം. കാണാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. നീ കാണണോന്ന് ആര് പറഞ്ഞു? ആ നായന്റെ പന പിടിച്ച് അകത്തിടാൻ നിന്റെ ഒറ്റ മൊഴി മതി. മനുവേട്ടനെ കൊന്നത് സാഗറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സർ. പിന്നെ ആരാടി അവനെ കൊന്നത്? മനുവേട്ടന്റെ കൊലപാതകത്തിന് പിന്നിൽ ഈ ഇരിക്കുന്ന എന്റെ ചേട്ടനാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും. പക്ഷേ സാഗർ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. മനുവേട്ടനും സാഗറും തമ്മിലുള്ള ബന്ധം മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം.
ക്ഷമിക്കണം സർ, മനസാക്ഷിക്ക് വിരുദ്ധമായി എനിക്കൊന്നും പറയാനില്ല. നിന്റെ ഒരു മനസാക്ഷി ആരാടി നിനക്ക് ഈ ജാക്കി? ഷട്ട് യുവർ മൗത്ത്. നഷ്ടപ്പെട്ടത് എനിക്കാണ്, എനിക്ക് മാത്രം. ഒന്ന് കരയാൻ പോലും ശക്തിയില്ലാതെ നിൽക്കുന്ന എന്റെ അടുത്ത് ഇനി ഒരക്ഷരം മിണ്ടിയാലുണ്ടല്ലോ, ഇത്ര നാളും കണ്ട ഇന്ദുവിനെ ആയിരിക്കില്ല ഇനി നീ കാണുന്നത്. സോറി. സാഗർ ഏലിയാസ് ജാക്കി എന്ന പവർ ബ്രോക്കറിനെ കുറിച്ച് കേട്ട കഥകളിൽ നിന്ന് ഞാൻ തന്നെ സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ഒരു ബ്രൂട്ടൽ ഗാങ്സ്റ്റർ, റൈറ്റ്? സാഗറിനോട് ആരാധനയും ബഹുമാനവും തോന്നുന്ന ഒരു വാർത്ത ഞാനിന്ന് കേട്ടു. ദാറ്റ്സ് ട്രൂ ഫ്രം എ വുമൻ. CMന്റെ വീട്ടിൽ നിറഞ്ഞ ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ പോലീസുകാരും സ്വന്തം സഹോദരനും നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കണമെന്ന് പലതവണ നിർബന്ധിച്ചപ്പോൾ തന്റെ ഭർത്താവിന്റെ കൊലപാതകത്തിന് പിന്നിൽ സ്വന്തം സഹോദരനെ സംശയിക്കേണ്ടി വന്നാലും സാഗറാണത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ താൻ തയ്യാറല്ലെന്നാണ് ഇന്ദു പറഞ്ഞത്. സാഗറിനോടുള്ള അവരുടെ വാക്കുകളിലെ ബഹുമാനവും വിശ്വാസവും നിങ്ങളെന്ന മനുഷ്യനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന ലെസൺ കൂടിയായിരുന്നു. സാഗർ, ഐ റെസ്പെക്ട് യു ഫോർ വാട്ട് യു ആർ. ഐ ഡോണ്ട് നോ, നത്തിങ്. See you.
ഇന്ദു, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞില്ലേ? നിന്നോടിങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ മനുവിൻ്റെ ഡെത്ത് ഒരു റിയാലിറ്റിയാണ് ആൻഡ് വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. സാഗർ ജീവിച്ച് തീരും മുമ്പ് എനിക്കത് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഈ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് കഴിയാതെ ഇന്ദുവിന് അച്ഛൻ്റെ കൂടെ പോയി താമസിച്ചൂടെ? ഇല്ല സാഗർ, എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. മനുവേട്ടൻ ഇവിടെ കിടന്ന മരിച്ചത്. ഇവിടെ വിട്ട് എനിക്ക് എങ്ങോട്ടും പോണ്ട. മരിക്കുമ്പോൾ പോലും സാഗറിനോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു മനുവേട്ടൻ. സാഗർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റ് വേണ്ട, പറയൂ. മനുവേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനിൽ എനിക്ക് വിശ്വാസമില്ല. അവരുടെ ലക്ഷ്യം മറ്റെന്തൊക്കെയോ ആണ്. മനുവേട്ടന്റെ യഥാർത്ഥ കൊലയാളി ആരാണെന്ന് എനിക്കറിയണം. സാഗറിന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. മനുവിനെ കൊന്നതും ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണവുമെല്ലാം എന്നിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഇതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അവരാര് തന്നെ ആയാലും നമ്മുടെ നാട്ടിലെ നിയമമെന്ന ലക്ഷറിക്ക് ഞാൻ അവരെ വിട്ടുകൊടുക്കില്ല. ഇറ്റ്സ് എ പ്രോമിസ്. ഷെയ്ഖ് ഇമ്രാൻ, ഒരിടത്തും സ്ഥിരവാസമില്ലാത്ത ഫ്ലൈയിങ് കില്ലർ. ഇന്റർനാഷണലി ഇവനൊരു പേരുണ്ട്, സ്നൈപ്പർ ഷെയ്ഖ്. ഒരാഴ്ച മുൻപ് ഇവൻ ഗോവയിൽ ലാൻഡ് ചെയ്തിരുന്നു. മനുവിന്റെ മേഡറിന്റെ പിന്നിലും ഷെയ്ഖിന്റെ പിഴയ്ക്കാത്തുന്നം തന്നെയാണ്. അവൻ ഇപ്പോഴും ഇന്ത്യ വിട്ടിട്ടില്ല. ഇവനിവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നെങ്കിൽ മറ്റെന്തോ മിഷൻ കൂടിയുണ്ട്. അവൻ്റെ ക്ഷണിക്കപ്പെടാത്ത വിസിറ്റ് ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം. ബി അലേർട്ട്. డోంట్ వరీ జాకీ, నీ భయం లేదు. అన్నీ ఏ అశోక్ చూసిందా, అది అశోక్ డీల్ ఇదోలా, అది నా క్యారెక్టర్. Hey, come on, to the floor.